ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ എന്താ പഠിച്ചിട്ടിരിക്കുന്നത്? ഡയറക്ഷൻ ആണല്ലേ. ഡയറക്ഷൻ്റെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു, സെക്കൻഡ് ക്ലാസ് കഴിഞ്ഞു, ഇത് ലാസ്റ്റ് ആണ്, തേർഡ് ക്ലാസ് ആണ്, ഇത് ലാസ്റ്റ് ക്ലാസ് ആണ്. ഇതോടുകൂടി നമ്മൾ ഡയറക്ഷൻ മൊത്തം തീർക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ഡയറക്ഷൻ. 3 ടൈപ്പ് ഡയറക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് കുറച്ച് ടൈപ്സ് നമ്മൾ പറഞ്ഞു. റെഫറൽ പോയിന്റ് വെച്ചുള്ളവർ പറഞ്ഞു, മൂവിങ് പോയിന്റ് പറഞ്ഞു, കൺവേർജൻസ് പറഞ്ഞു, ഡൈവേർജൻസ് പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ബാലൻസ് കുറച്ച് ടൈപ്സ് കൂടെ ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ ഇത് വെച്ചിട്ട് ചോദ്യങ്ങൾ എങ്ങനെയാണ് കോമ്പിനേഷനിൽ വരുന്നത്, നിങ്ങൾക്ക് എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുമെന്ന് നോക്കുന്നു. ഇത്രയും ചെറിയൊരു വീഡിയോ ആണ്. ഇത്രയും ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഷാഡോസിനെ പറ്റിയുള്ളതാണ്. ഷാഡോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിഴല്. അത് നമ്മൾ പറഞ്ഞിരുന്നില്ലേ, സൂര്യനെ അപേക്ഷിച്ച് ഏത് സൈഡ് ഷാഡോ വീഴും, വെട്ടം എവിടാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഷാഡോ വീഴുന്നത്. അങ്ങനത്തെ കുറച്ച് കഥകളൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലേ. ഇതേ സംഭവം തന്നെയാണ് പറയുന്നത്. ഇതിൻ്റെ അത് പറയുന്ന കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ വെച്ച് പറയുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയെന്ന് നമ്മൾ പറയുന്നു. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഷാഡോസ് ഞാൻ പറഞ്ഞല്ലോ, എവിടെ സൂര്യനുണ്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഷാഡോ വീഴും. അപ്പം നമ്മുടെ ആദ്യത്തെ പ്രധാനമായ കർത്തവ്യം എന്തുവാ? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അത് ഏത് ടൈമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് ടൈമിലെയാണ് ചോദ്യം വരുന്നത്? സൂര്യൻ രാവിലെ ഒരിടത്തായിരിക്കും, ഉച്ചയ്ക്ക് ഒരിടത്തായിരിക്കും, വൈകിട്ട് ഒരിടത്തായിരിക്കും അല്ലേ? ഓരോ ഡയറക്ഷനിലായിരിക്കും. ഒന്ന് രാവിലെ എവിടെ ആയിരിക്കും? ഈസ്റ്റിലാണ്. നൂണിൽ നേരെ മുകളിലാണ്. ആൻഡ് ഈവനിങ്ങിൽ എവിടെയാണ്? വെസ്റ്റ് സൈഡിലാണ്. അപ്പം അതിനനുസരിച്ച് ഷാഡോസ് ചേഞ്ച് ചെയ്യും. ഷാഡോ എവിടുന്ന്? ഈസ്റ്റ് സൈഡിൽ നിന്ന്, സൂര്യ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പോകുമ്പോൾ ഷാഡോ എവിടുന്ന്? വെസ്റ്റിൽ നിന്ന് പയ്യെ വന്ന് ഈസ്റ്റിലേക്ക് മാറും. ആ ഡയറക്ഷൻ സ്വിച്ചിങ് ഉണ്ട്. സോ അതിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്, ഐഡന്റിഫൈ എവിടെ ഷാഡോ വീഴുന്നു അതിനനുസരിച്ച് സൂര്യൻ എവിടെ ഇരിക്കുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായ ഒരു സാധനമാണ് ഷാഡോ. പക്ഷേ ഭയങ്കര കൺഫ്യൂസിങ്ങും ആൾക്കാർക്ക് ഒത്തിരി ഉത്തരങ്ങൾ തെറ്റുന്നതും ഈ ഷാഡോയുടെ ചാപ്റ്ററിൽ. കാരണം എന്താ? നമ്മൾ ഒത്തിരി ലോജിക്ക് ഒത്തിരി ചിന്തിച്ചു പോകും. അത്രയും വേണ്ട. സൂര്യൻ എവിടെ, ഇന്ന സമയത്ത് സൂര്യൻ എവിടെ, ഓക്കെ, അപ്പോൾ ഷാഡോ എവിടെ? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീഴും. അങ്ങനെയാണ് നമ്മളെ എങ്ങോട്ട് ഫേസ് ചെയ്യാൻ നിൽക്കുന്നത്. അത്രേ ഉള്ളൂ. സിമ്പിളായ ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വെച്ച് നോക്കാം. വൺ മോർണിംഗ് ഉദയ് ആൻഡ് വിശാൽ വേർ ടോക്കിംഗ് ടു ഈച്ച് അതർ ഫേസ് ടു ഫേസ് അറ്റ് എ ക്രോസിംഗ്. ഒരു ദിവസം രാവിലെ എന്ന് പറയുമ്പോൾ മോർണിംഗിൽ സൂര്യൻ എവിടെ വരും? ഈസ്റ്റ് സൈഡിലാണ് സൂര്യൻ വരുന്നത് അല്ലേ? മോർണിംഗ് ടൈമിൽ സൂര്യൻ എവിടെ വരും? ഈസ്റ്റ് സൈഡിൽ സൂര്യൻ വരും. അപ്പോഴെന്താണ് സംഭവം? വിശാല്, ഉദയ് എന്ന് പറയുന്ന 2 ഫ്രണ്ട്സ് ഉണ്ട്. അവര് ഫേസ് ടു ഫേസ് നിന്ന് സംസാരിക്കുകയായിരുന്നു. അപ്പൊ എന്ത് പറഞ്ഞു? ഈ വിശാൽ ഷാഡോ വാസ് എക്സാക്ട്ലി ടു ദ ലെഫ്റ്റ് ഓഫ് ഉദയ്. ഉദയുടെ ലെഫ്റ്റില് വിശാലിന്റെ ഷാഡോ വീണു. ഉദയുടെ ലെഫ്റ്റിലാണ് വിശാലിന്റെ ഷാഡോ വീണു. അതിന്റെ അർത്ഥം ഉദയുടെ റൈറ്റ് സൈഡില് ആരുണ്ട്? സൂര്യനുണ്ട് അല്ലേ? ഉദയുടെ ലെഫ്റ്റിൽ വിശാലിന്റെ ഷാഡോ വീണെങ്കിൽ ഷാഡോ ഉദയം നമുക്ക് ജസ്റ്റ് നോക്കാം. ഇവിടാണ് ഷാഡോ വീണെന്ന് വെച്ചോ. നമ്മൾ ഇങ്ങനെ ഷാഡോ വീണു എന്ന് വെച്ചോ. ഓക്കെ, അത് ആരുടെ ലെഫ്റ്റിലാണ് വീണത്? ഉദയയുടെ ലെഫ്റ്റിലാണ് വീണത്. അപ്പം റൈറ്റ് സൈഡിൽ എന്താണ്? സൂര്യനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉദയയുടെ റൈറ്റ് എങ്ങോട്ട് വരും? ഉദയയുടെ റൈറ്റ് ഇവിടെയും, റൈറ്റ് സൈഡ് ഇവിടെയും, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഇവിടെയല്ലേ വരുന്നേ? ഓക്കെ, ഉദയ് എങ്ങനെ നിന്നാൽ പിന്നെന്താ ചോദ്യം? വിച്ച് ഡയറക്ഷൻ വാസ് ഉദയ് ഫേസിങ്? ഉദയ് ഏത് ഡയറക്ഷൻ ഫേസ് ചെയ്യും? ഉദയയുടെ റൈറ്റ് ഈസ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ലെഫ്റ്റ് വെസ്റ്റ് സൈഡിലും തന്നെ ഉദയ് എങ്ങോട്ട് ഫേസ് ചെയ്യണം? ഉദയ് നോർത്തിലേക്ക് ഫേസ് ചെയ്യണ്ടേ? ഉദയ് നോർത്തിലേക്ക് ഫേസ് ചെയ്താൽ മാത്രമല്ലേ, ഉദയ് ഇങ്ങനെ നിന്നാൽ മാത്രമല്ലേ റൈറ്റിൽ സൂര്യനും ലെഫ്റ്റില് ഷാഡോയും എഴുത്തുള്ളൂ. കറക്റ്റ് അല്ലേ? ഉദയ് അപ്പം എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു? നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെ വേണം ചിന്തിക്കാൻ. ഷാഡോ ഇന്ന സൈഡിൽ വീഴുന്നു. അപ്പം സൂര്യൻ എവിടെ? സൂര്യൻ നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇന്ന ആളുടെ ലെഫ്റ്റിൽ ഷാഡോ വീഴണമെങ്കിൽ ആ റൈറ്റിൽ സൂര്യനും വരണമെങ്കിൽ എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇതേ ചോദ്യത്തിൽ പറയുവാണ് വിശാലിന്റെ ലെഫ്റ്റ് റൈറ്റും പറഞ്ഞില്ല. അപ്പം വിശാൽ എങ്ങോട്ട് ഫേസ് ചെയ്താണ് നിൽക്കുന്നത് എന്നൊരു ചോദ്യം വരാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ല വരുന്നതെന്ന് പറഞ്ഞല്ലോ. വിശാൽ എങ്ങോട്ട് ഫേസ് ചെയ്താണ് നിൽക്കുന്നത്? വിശാലിന്റെ കാര്യമായിരുന്നു പറഞ്ഞാൽ എന്താ? നമുക്കൊരു ചെറിയ നോട്ട് തന്നിട്ടുണ്ട് മേളിൽ. എന്താണ്? വിശാൽ വാസ് ഫേസിങ് ഫേസ് ടു ഫേസ് വിത്ത് ഉദയ്. ഉദയോട് ഫേസ് ടു ഫേസ് ആണ് വിശാല് ഫേസ് ചെയ്യുന്നത്. അപ്പൊ എങ്ങോട്ട് വരും? ഇങ്ങനല്ലേ വരുന്നേ? വിശാൽ ഇങ്ങനെ നിൽക്കണ്ടേ? എന്നാലേ ഫേസ് ടു ഫേസ് നിൽക്കത്തുള്ളൂ. അപ്പൊ വിശാൽ എങ്ങോട്ട് ഫേസ് ചെയ്തേനെ? വിശാലായിരുന്നെങ്കിൽ സൗത്ത് ഫേസ് ചെയ്തത്. നമ്മുടെ ചോദ്യം എന്താണ് ഇപ്പം? ഉദയ് ഫേസസ് നോർത്ത് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഉദയ് ഫേസസ് നോർത്ത് ഡയറക്ഷൻ. ഇനി നമുക്ക് ഇതിൽ നിന്ന് വീണ്ടും ചോദിക്കാം, വിശാലിന്റെ ഏത് സൈഡിലായിരുന്നു ഷാഡോ വീണേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. വിശാലിന്റെ ഏത് സൈഡിലാണ് ഷാഡോ വീണേ? വിശാലിന്റെ റൈറ്റ് സൈഡിലാണ്. കാരണം സൗത്തിലേക്ക് നിൽക്കുമ്പോൾ വിശാലിന്റെ റൈറ്റ് സൈഡിലല്ലേ ഷാഡോ വീണേ?
ഇങ്ങനെ പല പല ചോദ്യങ്ങളും വരാം. നമുക്ക് ഇത്ര സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ ചോദ്യം ചോദിക്കത്തില്ല. മിക്കവാറും ഇങ്ങനെ ആയിരിക്കും. അമ്മ ഉദയുടെ പറയും, ഉദയുടെ പറഞ്ഞിട്ട് വിശാലിന്റെ ഏത് സൈഡിലെങ്കിൽ ഷാഡോ വീണു എന്ന് ചോദ്യം വരും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. അപ്പൊ എല്ലാം നിങ്ങൾ മനസ്സിലാക്കി പോകും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തതെന്ന് വെച്ചാൽ റോങ് മാപ്പ് എന്ന് പറയുന്നൊരു ചോദ്യമാണ്. റോങ് മാപ്പ് എന്താണ്? തെറ്റായ ഒരു ദിശയിലേക്ക് സഞ്ചരിച്ച് കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? അങ്ങനത്തെ ഒരു ചെറിയൊരു ചോദ്യമാണ്. ചെറിയൊരു പോയിന്റ് ആയിട്ടാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. എ സ്റ്റാർട്ട്സ് അറ്റ് എ പോയിന്റ് എ എന്ന് പറയുന്ന ഒരു വ്യക്തി പോയിന്റ് എയിൽ നിന്ന് സഞ്ചരിക്കാൻ തുടങ്ങി. ഓക്കെ, ഇവിടെ നിന്ന് സഞ്ചരിക്കാൻ തുടങ്ങി. എ വാക്സ് 6 കിലോമീറ്റേഴ്സ് നോർത്ത്, ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 12 കിലോമീറ്റേഴ്സ്, ദെൻ ടേൺസ് ലെഫ്റ്റ് ആൻഡ് വാക്സ് 3 കിലോമീറ്റർ. മൂന്ന് കാര്യമുള്ളൂ. എന്താണ്? ആദ്യമേ നോർത്തിലേക്ക് സഞ്ചരിക്കും. എത്ര കിലോമീറ്റർ? നോർത്തിലേക്ക് സഞ്ചരിക്കും. എത്ര കിലോമീറ്റർ? 6. അവിടുന്ന് ടേൺ എങ്ങോട്ട് ടേൺ ആവും? റൈറ്റിലേക്ക് ടേൺ ആവും. എന്ന് വെച്ചാൽ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകും. നമ്മൾ പറഞ്ഞല്ലോ, നോർത്തിലേക്ക് പോകുന്ന ഒരാളുടെ റൈറ്റ് ടേൺ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് തിരിയുന്നു. അപ്പൊ എങ്ങോട്ട് പോകും? ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യും. ഈസ്റ്റിലേക്ക് നടന്നു. എത്ര കിലോമീറ്റർ നടന്നു? 12 കിലോമീറ്റേഴ്സ് നടന്നു. ഓക്കെ അല്ലേ? 12 കിലോമീറ്റർ. പിന്നെന്താണ് പറയുന്നത്? അവിടുന്ന് ഒരു ലെഫ്റ്റ് എടുത്തു. ലെഫ്റ്റ് എടുത്തു വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി തിരിയും. അപ്പൊ എങ്ങോട്ട് ഫേസ് ചെയ്യും? നോർത്തിലേക്ക് ഫേസ് ചെയ്യും. അപ്പൊ എങ്ങോട്ട് ഫേസ് ചെയ്യും? നോർത്തിലേക്ക് ഫേസ് ചെയ്യും. നോർത്തിലേക്ക് ഫേസ് ചെയ്ത് എത്ര കിലോമീറ്റർ നടന്നു? 3 കിലോമീറ്റേഴ്സ് നടന്നു നോർത്തിലേക്ക്. ഇത്രയും കഥ പറഞ്ഞു. ഇനി എന്താണ്? ആഫ്റ്റർ റിയലൈസിങ് ഹി വാസ് റോങ്, സോ ഹി റീസ്റ്റാർട്ടഡ് ഹെഡിങ് ഈസ്റ്റ്. ഇനി എന്താണ് പറഞ്ഞത്? ഇദ്ദേഹത്തിന് ഇത്രയും ചെന്നപ്പോൾ മനസ്സിലായി, ഈ പോയിന്റ് എത്തിയപ്പോൾ മനസ്സിലായി, അയ്യോ ഞാൻ പോയ ദിശ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ എന്ത് ചെയ്തു? നേരെ തിരിച്ചു വന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. മനസ്സിലായി? റീസ്റ്റാർട്ടഡ് ദ ജേർണി. അപ്പൊ എവിടുന്ന? ഈ പോയിന്റിൽ നിന്നാണ് തുടങ്ങുന്നത്? അല്ല, എവിടുന്ന് തുടങ്ങിയോ അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഹെഡിങ് ഈസ്റ്റ്. അദ്ദേഹം ഈസ്റ്റിലേക്ക് ഹെഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മൾ ഈ വരച്ച സംഭവം തന്നെ ഈ പോയിന്റിൽ നിന്നല്ലേ തുടങ്ങുന്നത്. ഇനി ഈസ്റ്റിലേക്ക് എത്ര പോയി? 6 കിലോമീറ്റർ ഈസ്റ്റിലേക്ക് പോയി. അവിടുന്ന് റൈറ്റ് ടേൺ എടുത്തു. റൈറ്റ് ടേൺ എടുത്തപ്പോൾ എങ്ങോട്ട് വന്നു? സൗത്തിലേക്ക് വന്നു. എത്ര കിലോമീറ്റർ വന്നു? 12 കിലോമീറ്റർ സൗത്തിലേക്ക് വന്നു. അവിടുന്ന് പിന്നെ എന്ത് ചെയ്തു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ വീണ്ടും ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യും അല്ലെ? 3 കിലോമീറ്റേഴ്സ് ഈസ്റ്റിലേക്ക് പോയി. വാട്ട് ഡയറക്ഷൻ വിൽ ദേ ഫേസ്? ഏത് ഡയറക്ഷനിലേക്കാണ് വിശാൽ ഇപ്പോൾ അല്ലെ എ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഏത് ഡയറക്ഷനിലേക്കാണ്? അദ്ദേഹം ഇപ്പോൾ ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ അദ്ദേഹം എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? ഈസ്റ്റിലേക്കല്ലേ ഫേസ് ചെയ്യുന്നത്? നോക്കിക്കേ, ഈസ്റ്റിലേക്കല്ലേ ഫേസ് ചെയ്യുന്നത്. ഇതിന്റെ അകത്ത് ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ വരച്ചു, കണ്ടുപിടിച്ചു, നേരത്തെ പോയത് തന്നെ വരച്ചു. നമ്മൾ ആദ്യത്തെ വരക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതാണ് ആ ക്വസ്റ്റ്യൻ മൊത്തം ഒന്ന് റീഡ് ചെയ്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ മാത്രം വരച്ചാലും മതിയായിരുന്നു. കാരണം എന്താ? നമ്മളോട് പറഞ്ഞേക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പാത്തിന് വല്ല ചേഞ്ചും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. നമ്മൾ എന്താണ് ആദ്യമേ നോർത്തിലേക്ക് പോകുന്നതെന്നുള്ള ഡയറക്ഷൻ മാറി ഈസ്റ്റിലേക്ക് പോകുന്നെന്ന് പറഞ്ഞു. റൈറ്റും ലെഫ്റ്റിനും ഒന്നും ഒരു ചേഞ്ചും ഇല്ല. ഒരു ചേഞ്ചും ക്വസ്റ്റിന് പറഞ്ഞില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഫസ്റ്റ് ഒന്ന് നോക്കിക്കേ, ഈ ഫിഗർ നമ്മൾ ആദ്യമേ വരച്ച ഫിഗർ നോക്കിക്കേ. ഈ ഫിഗറിൽ നമ്മൾ നോർത്തിലേക്ക് പോകാൻ തുടങ്ങി. എങ്ങോട്ട് ഫേസ് ചെയ്ത് നിന്നു? നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിന്നു. ഓക്കെ അല്ലേ? നോർത്തിലേക്ക് പോകാൻ തുടങ്ങി, നോർത്തിലേക്ക് ഫേസ് ചെയ്ത് നിന്നു. സെക്കൻഡ് ഫിഗറിൽ എങ്ങോട്ട് പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞു? ഈസ്റ്റിലേക്ക് പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. സോ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് എങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കും? ഈസ്റ്റിലേക്കേ ഫേസ് ചെയ്ത് നിൽക്കത്തുള്ളൂ. മനസ്സിലായോ? ഈസ്റ്റിലേക്ക് പോകാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഉറപ്പായിട്ട് ഈസ്റ്റിലേക്കേ ഫേസ് ചെയ്ത് നിൽക്കത്തുള്ളൂ. സോ അത് 2 ഫിഗർ വരയ്ക്കേണ്ട കാര്യമില്ല. ആദ്യത്തെ ഒരു ഫിഗർ വരച്ചിരുന്നെങ്കിലും നമുക്ക് പാത്തിന് ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഈ കാര്യം മനസ്സിലായല്ലോ. സോ നിങ്ങൾ അത് വീണ്ടും ഫിഗർ വരച്ച് സമയം കളയരുത്. കാരണം നമുക്ക് ആക്യുറസിയോടൊപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ടൈം എന്ന് പറയുന്നത്. നമ്മുടെ ബാങ്കുകാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടൈം. സോ നിങ്ങൾ അതുകൂടെ ഓർത്ത് പോവുക. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിപ്പോൾ ബാങ്കിങ്ങിന്റെ റെഗുലർ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട്. ലൈവ് ബാച്ചസും അതുപോലെ തന്നെ ഓഫ്ലൈൻ ബാച്ചസും തുടങ്ങിയിട്ടുണ്ട്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ട്, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, എൻക്വയറി ചെയ്യാം, കാര്യങ്ങളെല്ലാം തിരക്കി ഒന്ന് മനസ്സിലാക്കുക. നമുക്കിപ്പോൾ ഓണമൊക്കെ വരുന്നുണ്ട്. ഓണം കഴിഞ്ഞാൽ ലൈവ് ഫുൾ ഫ്ലെഡ്ജിൽ ക്ലാസ്സുകൾ പോകുന്നതാണ്. സോ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. ഇനിയാണ് നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്ക് വരുന്നത്. നമുക്ക് ബാങ്കുകാർക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡയറക്ഷൻ എങ്ങനെ ചോദിക്കും എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഇവിടുന്നാണ്. എന്താണ്? കോഡഡ് ഡയറക്ഷൻ. കോഡ് ഡയറക്ഷൻ നമ്മളോട് ഇപ്പോൾ ഇത്രയും നേരം കഥകൾ പറഞ്ഞ എന്താണ്? കറക്റ്റായിട്ട് നമുക്ക് ഡയറക്ഷൻ തരുന്നു, ഡയറക്ഷൻ തന്നിട്ട് അതിനനുസരിച്ച് പറഞ്ഞു പോകുന്നു, കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു അല്ലേ? അങ്ങനെയല്ലേ പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇനിയുള്ള എന്താന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം കോഡിങ്ങിലാണ് തരുന്നത്. എല്ലാം ഓരോരോ കോഡായിട്ട് തരും. കോഡായിട്ട് കുറച്ച് കോഡുകൾ തരും. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് കുറച്ച് കഥകൾ പറയും.
അതിനനുസരിച്ച് നമ്മൾ ഫിഗർ വരയ്ക്കണം, എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ചെയ്യും. ഇങ്ങനെയാണ് നമുക്ക് എക്സാമിന് വരുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് ബാങ്കിന് എക്സാമിന് വരുന്നത് ഇങ്ങനെയാണ്. ഇത് എന്തായാലും പ്രിലിംസിന് ഒരു വലിയ കഷ്ടപ്പാടുള്ള ചോദ്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഒരു 3-4 ക്വസ്റ്റ്യൻസ് വരുന്നൊരു കോഡിംഗ് ആയിരിക്കും വരുന്നത്. പ്രിലിംസിന് വളരെ എളുപ്പമായിരിക്കും. മെയിൻസിന് എന്തായാലും കോഡഡേ ചോദിക്കൂ. ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മെയിൻസിന് കോഡഡ് ഡയറക്ഷനേ ചോദിക്കത്തുള്ളൂ. സോ നിങ്ങൾ കോഡിങ്ങിൽ നല്ല സ്ട്രെസ് കൊടുക്കണം, നന്നായിട്ട് സ്ട്രെസ് ചെയ്ത് വേണം കോഡിങ് പഠിക്കാൻ വേണ്ടി. അപ്പം നമ്മളൊരു ചെറിയ ഒരു ഈസി എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇത് പോകുന്നത്. എന്നിട്ട് ബാലൻസ് നമുക്ക് ഇച്ചിരി കട്ടിയുള്ള ക്വസ്റ്റ്യൻസ് പിന്നീട് ചെയ്ത് പഠിക്കാം. നമുക്കിപ്പം വളരെ എളുപ്പമുള്ളൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇതിൻ്റെ അത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? 4 കോഡിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. എന്താണ്? പ്ലസ് A + B, A - B, A ∥ B എന്ന് പറയുന്നത് A * B. ഈ 4 കോഡാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അത് എന്താന്ന് നോക്കാം. A + B. A + B പറയുന്നത് എന്താണ്? A + B എവിടെ? A + B പറയുന്നത് B is north of A. B is north of A. A + B എന്ന് പറഞ്ഞാൽ എന്ത് പറയും? A + B എന്ത് കാണിക്കും? B is north of A എന്ന് കാണിക്കും. B is north of A. രണ്ടാമത് വരുന്ന ആള് നോർത്തിൽ നിന്ന് കാണിക്കും. ഇനിയും അടുത്ത എന്താണ് കാണിച്ചത്? A = B. A = B എന്ത് കാണിക്കും? A = B എന്താണ് കാണിക്കുന്നത്? B is south of A എന്ന് വെച്ചാൽ ആര് നോർത്തില്? A നോർത്തില്. B എന്ന് പറയുന്ന ആള് സൗത്തിൽ എന്ന് കാണിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് A ∥ B. ∥ B എന്ത് നമ്മളെ കാണിക്കും? അതെന്താണ്? A is east of B എന്ന് കാണിക്കും. A എന്ന് പറയുന്നത് B യുടെ ഈസ്റ്റ് സൈഡിലാന്ന് കാണിക്കും. അതുപോലെ തന്നെ A * B എന്ത് കാണിക്കും? A * B എന്ത് കാണിക്കും? A is west of B കാണിക്കും. A എന്ന് പറയുന്നത് വെസ്റ്റിലാന്ന് കാണിക്കും B യുടെ. ഓക്കെ അല്ലേ? ഇത് 4 നമുക്ക് തന്നേക്കുന്നത്. ഇത്രയും കാര്യമേ നമ്മളോട് പറഞ്ഞുള്ളൂ. ഈ 4 കാര്യങ്ങൾ പറഞ്ഞു. ഇത് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് തരും. ആ സ്റ്റേറ്റ്മെന്റ് വെച്ച് നമ്മൾ ഫിഗർ വരയ്ക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് കോഡഡ് രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ടാണ് എടുത്തേക്കുന്നത്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് കോഡഡ് രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. ഇനി എന്താണ്? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുക. ഇപ്പൊ നമുക്ക് സ്റ്റേറ്റ്മെന്റ് കണ്ടു, കോഡിങ് കണ്ടു, എങ്ങനെയാണ് ചെയ്യേണ്ടത് കണ്ടു. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കുക. S = 20 meters from B. S = ആ ഈക്വൽ ടു സിമ്പിൾ കാണിക്കുന്നത് എന്താണ്? ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ S = B. A = B എന്ന് വെച്ചാൽ A is north of B. അപ്പൊ S = B എന്ന് പറഞ്ഞാൽ S = P എന്ന് പറഞ്ഞാൽ S is north of P എന്ന് കാണിക്കും. S എന്ന് പറയുന്ന ആൾ എവിടാണ്? നോർത്ത് ഓഫ് P ആണെന്ന് പറയുന്നു. ഇനി എന്താണ്? അവിടെ ഒരു 20 meters എന്നുണ്ടല്ലേ, അത് ആ ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. S = P എന്ത് കാണിക്കും? S is north of P കാണിക്കും. അപ്പം അത് ആ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ നോർത്തില്? 20 meters നോർത്തിൽ എന്നും കാണിക്കും. പിന്നെ എന്താണ്? Q = 15 meters from R. Q = R എന്ന് പറഞ്ഞത് Q is north of R എന്താണ് കാണിക്കുന്നത്? Q എന്ന് പറയുന്ന ആൾ എവിടാണ്? ആറിന്റെ നോർത്തിലാണ് അല്ലേ? Q is north of R. R എത്ര മീറ്റർ? 50 മീറ്റർ. ഇപ്പൊ ഞാൻ ഫിഗർ വരയ്ക്കാത്തതുകൊണ്ടാണ് അത് രണ്ടും ഏകദേശം ഒരേപോലെ പാരലായിട്ടിരിക്കുന്നത്. 15 20 തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അറിയാം. അത് നിങ്ങൾ എപ്പോഴും നോക്കിയേ വരയ്ക്കാവുള്ളൂ. ഞാൻ ഒരു സൈഡിൽ ഇപ്പൊ അടുക്കി വെക്കുക. നമുക്കത് പിന്നീട് എടുത്തൊരു ഫിഗർ ആയിട്ട് വരയ്ക്കാം. പിന്നെ അടുത്ത് എന്താണ് പറഞ്ഞത്? പോയിന്റ് U + 15B. U + 15B. U + B എന്ന് പറഞ്ഞാൽ എന്താണ്? A + B എന്ന് പറഞ്ഞാൽ B is north of A എന്നാണ്. അപ്പൊ U + B എന്ന് പറഞ്ഞാൽ എന്താണ്? V is north of A എന്നല്ലേ? രണ്ടാമത്തെ ആളല്ലേ മേളി വരുന്നത്. U + B എന്ന് പറഞ്ഞാൽ എന്താണ്? V is north of A. എത്ര മീറ്റർ? 15 മീറ്റർ. സോറി, V is north of U. എത്ര മീറ്റർ? 15 മീറ്റർ. ഓക്കെ അല്ലേ? 15 മീറ്റർ. അടുത്തത് പോയിന്റ് T is parallel 20 meters from B. ഓക്കെ, A ∥ B എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? A is east of B ആണ്. അപ്പോൾ T ∥ B എന്ന് പറഞ്ഞാൽ എന്താണ്? T ∥ B എന്ന് പറഞ്ഞാൽ എന്താണ്? T is east of B എന്നല്ലേ? A ∥ B എന്ന് പറഞ്ഞാൽ A is east of B. അപ്പൊ T ∥ B എന്ന് പറഞ്ഞാൽ എന്താണ്? T എന്ന് പറയുന്ന ആള് ഈസ്റ്റിലാണ്. എത്ര മീറ്റർ? ഇത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വരയ്ക്കാം, 20 meters. പിന്നെന്താണ് പറഞ്ഞത്? പോയിന്റ് U is parallel to Q. യും ക്യൂവും തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഫിഗേഴ്സ് കണക്ട് ചെയ്യാം. സോ നമുക്കത് എടുത്ത് താഴേക്ക് വരയ്ക്കാം. എന്താണ് ഇപ്പോൾ വന്നേക്കുന്നത്? ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം വന്നു, 20 meters. T വന്നു ഇവിടെ. അതോടൊപ്പം ഇവിടെ എന്ത് വന്നു? V വന്നു. ഇനി ഇവിടുന്ന് ഒരു പോയിന്റ് താഴേക്ക് പോയി.
ഇവിടെ കിടക്കുന്ന ഫിഗർ അതേപോലെ എടുത്ത് വരച്ചതേ ഉള്ളൂ. 15 meters വന്നു, അത് യു ആണ്. ഇനി എന്താണ് പറഞ്ഞത്? യു ഈസ് പാരലൽ 60 meters ഫ്രം ക്യൂ. യു ഈസ് പാരലൽ 60 meters ഫ്രം ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് കാണിക്കുന്നത്? യു എന്ന് പറയുന്നത് ക്യൂവിൻ്റെ ഈസ്റ്റ് ആണ്. എത്ര മീറ്റർ? 60 meters ഈസ്റ്റ് ആണ്. യു എന്ന് പറയുന്നത് 60 meter ഈസ്റ്റ് ആണ്. ആരുടെ? ക്യൂവിൻ്റെ അല്ലേ? യു ക്യൂ എ പാരലൽ ടു ബി എന്ന് പറഞ്ഞാൽ ബിയുടെ ഈസ്റ്റ് ആണ് എ. അപ്പം യു പാരലൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ യുവിൻ്റെ യു പാരലൽ ടു ക്യൂ എന്ന് പറഞ്ഞാൽ യു ക്യൂവിൻ്റെ ഈസ്റ്റ് ആണ് അല്ലേ? ഇങ്ങനല്ലേ വരുന്നേ? ക്യൂ ഇവിടെ വരും അല്ലേ? എത്ര മീറ്റർ? 60 meters. കറക്റ്റ് അല്ലേ വരച്ചേക്കുന്നത്? അത് കഴിയുമ്പോൾ പോയിന്റ് ആർ ഈസ് പാരലൽ 30 meters ഫ്രം പി. പിയിൽ നിന്ന് 30 meters ആണ് ആർ എന്ന് പറയുന്നു. ആർ എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ. ഇനി ക്യൂവിനെ കിട്ടിയല്ലോ. അപ്പൊ ക്യൂവിനെ നമുക്ക് ക്യൂവിന്റെ താഴോട്ട് ആറിനെ വെക്കാലോ. 15 meter വെച്ചു, 15 meter വെച്ചു, ആറിനെ വെച്ചു. ഇനി എന്താണ് പറയുന്നത്? ഇനി എന്താണ് പറയുന്നത്? ആർ ഈസ് പാരലൽ ഫ്രം പി. പിയിൽ നിന്ന് എത്ര മീറ്റർ? ആർ പാരലൽ ടു പി എന്ന് പറഞ്ഞാൽ പി ആർ ഈസ് ഈസ്റ്റ് ഓഫ് പി. ആർ എന്ന് പറയുന്നത് പിയുടെ എവിടാണ്? ഈസ്റ്റിലാണ്. എത്ര മീറ്റർ? എത്ര മീറ്റർ ഈസ്റ്റിലാണ്? 30 meters ഈസ്റ്റിലാണ്. ആര്? ആറ് പിയുടെ. സോ എസ് എവിടെ വരും? 20 meters ഹൈയിൽ വരും. ഈ 15 meter വിട്ടിട്ടേ വരയ്ക്കാവുള്ളൂ. ഇവിടെ നമ്മളൊരു 15 ഇട്ടു, ഏകദേശം ഒരു ഡിനോഷൻ കൊടുത്തു, 5 ഇട്ടു, ഇവിടെ എന്തെന്നിട്ടു? എസ് ഇട്ടു. ഇത് ടോട്ടൽ 20 ആയില്ലേ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഇങ്ങനെയാണ് ഏകദേശം ഫിഗർ വരുന്നത്. ഫിഗർ ഏകദേശം ഇങ്ങനെയാണ് വരുന്നത്. ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എസ് ആൻഡ് ക്യൂ? എസും ക്യൂവും തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കഥയുണ്ടായിരുന്നു. എന്താണ്? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്താണെന്ന് പറഞ്ഞു, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തില്ലേ? അതേപോലെ തന്നെ റൈറ്റ് ആംഗിൾ ഫോം ചെയ്ത്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തു. എന്നിട്ട് നമ്മൾ നോക്കുന്നു. S2Q ആണ് നോക്കുന്നത്. S2Q വരുമ്പോൾ എന്താണ്? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏത് വരും? ഇതല്ലേ വരുന്നേ? ഇതല്ലേ വരുന്നേ? ഇവിടെ 30 ആണ്. അപ്പോൾ പാരലായിട്ട് ഇവിടെ 30 വരും. ഇവിടെ എന്താണ്? 5 ആണ് വരുന്നത്. സോ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇക്വേഷൻ അറിയാലോ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ എന്നാണ്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? SQ സ്ക്വയർ, SQ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ എത്രയാണ്? നമുക്ക് ഈ പോയിന്റിന്റെ പേരിട്ടില്ല അല്ലേ? പോയിന്റിന് എ എന്നൊരു പേരിടാം. അപ്പം നമ്മൾ എന്താണ്? ബേസ് ആണ് AQ സ്ക്വയർ പ്ലസ് AS സ്ക്വയർ അല്ലേ? അപ്പം SQ സ്ക്വയർ എന്താണ്? SQ സ്ക്വയർ എന്ന് പറഞ്ഞാൽ AQ എത്രയാണ്? 30 സ്ക്വയർ പ്ലസ് AS എത്രയാണ്? 5 സ്ക്വയർ which is equal to 900 പ്ലസ് 25 അല്ലേ? എന്ന് വെച്ചാൽ എത്രയാണ്? 925. എന്ത്? SQ സ്ക്വയർ ആണ് 925. അപ്പൊ SQ എന്ന് പറയുന്നത് എന്താണ്? SQ എന്ന് പറയുന്നത് റൂട്ട് 925 ആണ്. 925 ആണ്. റൂട്ട് 925 ആണ് SQ. ഈ റൂട്ട് 925 എങ്ങനെ ചെയ്യും? റൂട്ട് 925 എങ്ങനെ ചെയ്യും? അതാണ് ഇനിയും ചെയ്യേണ്ടത്. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്യണ്ടേ? ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്ക്. 100ൽ എത്ര 25 ഉണ്ട്? നമുക്ക് 25ന്റെ ഒരു സ്പ്ലിറ്റ് ആയിട്ട് എടുക്കാം. 925 ആകുമ്പോൾ 25 ഇൻറ്റു സംതിങ് ചെയ്താൽ 925 വരുമെന്ന് ഉറപ്പാണ്. 100ൽ എത്ര 25 ഉണ്ട്? 4 വട്ടം. അപ്പൊ 1000-ലാണെങ്കിലോ 40 വട്ടം. 925-ലാണെങ്കിലോ 40-ൽ നിന്നൊരു 3 75 കുറവിലേ ഉള്ളൂ. അപ്പൊ 3 25 കുറവ് 40-ൽ നിന്ന് ഒരു 3 കുറച്ചാൽ 37 വട്ടം. ഓക്കെ ആണോ? 37 ടൈംസ്. അപ്പൊ നമുക്ക് എന്തെഴുതാം? 920. അപ്പൊ നമുക്ക് ഇതിനെ എന്തെഴുതാം? റൂട്ട് ഓഫ് 25 ഇൻറ്റു 37 എന്ന് എഴുതാം. ഈ റൂട്ട് 25-നെ നമുക്ക് റൂട്ട് 5 സ്ക്വയർ ഇൻറ്റു 37 എന്ന് എഴുതാം. ഇല്ലേ? റൂട്ട് ഓഫ് ഈ റൂട്ടും സ്ക്വയറൂടെ വെട്ടിപ്പോയി. വിച്ച് ഇസ് ഇക്വൽ ടു 5 റൂട്ട് 37 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? 5 റൂട്ട് 37 എന്ന് എഴുതാമല്ലോ. എഴുതിക്കോടെ. 5 റൂട്ട് 37 എന്ന് എഴുതാം. ഓപ്ഷൻ എ ആണ്. നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ ഇത്ര നാൾ പഠിച്ച പോലെ ഫിഗർ വരച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ്? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തു. നമ്മൾ ഇത്രയും നാൾ പറഞ്ഞു തന്നെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെ. അപ്പോൾ പൈതഗോറസ് തിയറം ഒന്നുകൂടെ പോയി വ്യക്തമായിട്ട് നോക്കുക. അതുകൊണ്ടാണ് അത് ഒത്തിരി എടുത്തു വെച്ച് പറയാത്ത. ഇത്ര ഉള്ളൂ. ഇക്വേഷൻ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ. ആ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ എന്താണ്?
നമുക്ക് റൂട്ട് 925 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. റൂട്ട് 925 നമ്മൾ എന്ത് ചെയ്തു? 25 × 37 എന്ന് പറഞ്ഞ് എഴുതി. റൂട്ട് 925 അതിനെന്ത് 5² × റൂട്ട് 37 എന്ന് പറഞ്ഞ് എഴുതി. സ്ക്വയറും സ്ക്വയർ റൂട്ടോടെ 5ന്റെ വെട്ടിപ്പോയി. അപ്പം 5 × റൂട്ട് 37 എന്ന് പറഞ്ഞ ആൻസർ എഴുതി. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, പയ്യെ ഇരുന്ന് എഴുതി നോക്കുക, അല്ലെങ്കിൽ 25നെ വെച്ച് 5 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഇങ്ങനെ തന്നെ ആൻസർ കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി ഇതേ സാധനം തന്നെ. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ടി ആൻഡ് ദ പോയിന്റ് വിച്ച് ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് ക്യൂ? ഈ ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് വായിക്കണം. എന്താണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം? എന്താ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടിയും ആൻഡ് പോയിന്റ് വിച്ച് ഈസ് ടു ദ ഈസ്റ്റ് ഓഫ് ക്യൂ. ഈസ്റ്റ് ഓഫ് ക്യൂ കണ്ടോ? മിക്കവരും ഈ ഈസ്റ്റ് ഓഫ് ക്യൂ കാണത്തില്ല. മനസ്സിലായോ? മിക്കവരും ഈസ്റ്റ് ഓഫ് ക്യൂ കാണത്തില്ല. ക്യൂ വെച്ച് ക്യൂ ടു ടി കാണും. ക്യൂ ടു ടി കാണരുത്, അത് ഉത്തരം തെറ്റും. എന്താണ്? ക്യൂവിന്റെ ഈസ്റ്റിലുള്ളൊരു പോയിന്റ് ഉണ്ട്, ആ പോയിന്റും ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ക്യൂ ഏതാണ് പോയിന്റ്? ക്യൂ നോക്കിക്കേ, ഇതല്ലേ ക്യൂ എന്ന് പറയുന്ന പോയിന്റ്. ഇവിടെ എഴുതിയിട്ടില്ലേ? ക്യൂ അല്ലേ ഇത്? ഇവിടുന്ന് ഈസ്റ്റ് എന്ന് പറഞ്ഞ ഏതാണ്? യു. അപ്പൊ എന്താണ് ഇപ്പൊ ചോദിച്ചേക്കുന്നത്? യു ടു ടി ഉള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. യു തൊട്ട് ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഫോം ചെയ്തില്ലേ? ഏതാണ്? യു വി ടി എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ വരയ്ക്കാം. എന്താണ് ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പേര്? ഇങ്ങനെ ഒരു ട്രയാംഗിൾ ആണ് ഫോം ചെയ്തേക്കുന്നത്, യു വി ടി. അതിൻ്റെ അകത്ത് ഏതാണെന്ന് നോക്കാം. വി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, യുവും ടിയും 15 20, ടി യു 20 15 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഓക്കെ അല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഹൈപ്പോട്ടന്യൂസ് കാണുന്നു. പഴയ ഇക്വേഷൻ തന്നെ വീണ്ടും അപ്ലൈ ചെയ്യുന്നു. എങ്ങനെയാണ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. അതേ ഇക്വേഷൻ തന്നെ, ഒരു മാറ്റമില്ല. എന്ത് ചെയ്യുന്നു? 15² പ്ലസ് 20² which is equal to 225 plus 400. അത് എത്രയാണ്? 625. റൂട്ട് ഓഫ് 625 എത്രയാണ്? റൂട്ട് 625 എത്രയാണ്? 25. ഓക്കെ അല്ലേ? അത് വീണ്ടും ഇനി എന്തിനാണ് റൂട്ട് എടുത്തതെന്ന് പറഞ്ഞല്ലോ. ഓപ്ഷൻ എ റൂട്ട് 25 ആണ്. 25 ആണ് ഉത്തരം. റൂട്ട് 625 25. അത് ഇനി എടുത്തെടുത്ത് പറയേണ്ട കാര്യമില്ലോ. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കാനാണ്. കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ആ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുന്നു, വരയ്ക്കുന്നു. ആ ട്രയാംഗിൾ വൃത്തിക്ക് വരച്ചാലും ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മളെ ആ ഈസ്റ്റ് ഓഫ് ക്യൂ വെച്ച് ഇരുത്തുക എന്നുള്ളതാണ്. മനസ്സിലായോ? മിക്കവരും ആ ഈസ്റ്റ് ഓഫ് ക്യൂ കാണത്തില്ല. ആ ക്വസ്റ്റ്യൻ എടുക്കും, നമ്മൾ ചെയ്തിട്ട് സമയം കളയും, ഉത്തരം കിട്ടത്തില്ല, സമയം പോകും. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത്. മനസ്സിലായില്ലേ? എന്തിന് ഇത്ര എളുപ്പമുള്ള ഇങ്ങനത്തെ 2 ക്വസ്റ്റ്യൻ വരുമെന്ന് വിചാരിക്കില്ല. ഉറപ്പായിട്ട് നിങ്ങൾ ആ ഈസ്റ്റ് ഓഫ് ക്യൂ കാണത്തില്ല. അത് ശ്രദ്ധിച്ചോണം. അടുത്തത്, യു ഈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ടു പി വിത്ത് റെസ്പെക്ട് ടു പി. പി എ അപേക്ഷിച്ച് യു എ ഡയറക്ഷനിലാണെന്നാണ് ചോദ്യം. പി എന്ത് ചെയ്യേ? പി എന്ന് പറയുന്ന പോയിന്റ് ഇതല്ലേ? ഇത് കണ്ടോ? ഇവിടല്ലേ പി എന്ന് പറയുന്ന പോയിന്റ് വന്നേക്കുന്നത്? ഇതല്ലേ പി എ? യു എവിടാണ്? ഇവിടാണ്. അപ്പൊ ഏതാണ്? നോർത്ത് ഈസ്റ്റ് അല്ലേ? നോർത്ത് ഈസ്റ്റ് അല്ലേ നമുക്ക് കിട്ടിയേക്കുന്ന ഉത്തരം? നോർത്ത് ഈസ്റ്റ്. നോക്കിക്കേ, പിനെ അപേക്ഷിച്ച് യു എവിടാണ്? പി എവിടെ വരും? പി ഇവിടെ വരുന്നു. പി ഇവിടെ അല്ലേ വരുന്നേ? പി ഇവിടെ വരുന്നു, യു ഇവിടെ വരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും നോർത്ത് സൈഡിൽ നേരെ നോർത്താണോ? അല്ല, ഈസ്റ്റ് ഡയറക്ഷൻ, നോർത്ത് ഈസ്റ്റ്. ഒരു 45 ഡിഗ്രി ആംഗിളിലല്ല പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കാർഡിനൽ പോയിന്റ് ആണ് നോർത്ത് ഈസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? നമുക്ക് ഏകദേശം ഉള്ള ടോപ്പിക്കുകളെല്ലാം ഡയറക്ഷനകത്ത് കവർ ചെയ്തു. ഏതൊക്കെ പഠിച്ചു? റെഫറൽ പോയിന്റ് പഠിച്ചു. ഓക്കെ, മൂവിങ് ത്രൂ പോയിന്റ്സ് പഠിച്ചു. മൂവിങ് ത്രൂ ഇന്റർ കാർഡിനൽ പോയിന്റ്സ് പഠിച്ചു. മൂവിങ് ത്രൂ റെഫറൽ പോയിന്റ്സ് പഠിച്ചു. അതിനുശേഷം എന്ത് നമ്മൾ പഠിച്ചു? കൺവേർജൻസ് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡൈവേർജൻസ് പഠിച്ചു. ഷാഡോസ് പറഞ്ഞു. ഷാഡോസ് പറഞ്ഞു കഴിഞ്ഞിട്ട് റോങ് മാപ്പ് പറഞ്ഞു. പിന്നെ കോഡഡ് പറഞ്ഞു. നമുക്ക് ഏകദേശം ചോദ്യങ്ങൾ ഇത്രയും ടോപ്പിക്കുകൾ ഏകദേശം കവർ ചെയ്യാനുള്ളൂ. ഈ ടോപ്പിക്കുകളിൽ നിന്ന് മൊത്തമായിരിക്കും ചോദ്യങ്ങൾ കമ്പൈൻ ചെയ്തായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? ഈ ടോപ്പിക്കുകളിൽ നിന്ന് ചോദ്യങ്ങൾ കമ്പൈൻ ചെയ്തായിരിക്കും വരുന്നത്. സോ ഇത് ഈ ടോപ്പിക്കുകൾ കമ്പൈൻ ചെയ്ത് ഒരു കോഡഡ് രീതിയിലായിരിക്കും ഉറപ്പായിട്ട് മെയിൻസിന് ചോദിക്കും. നമുക്ക് അതിൻ്റെ അകത്ത് പ്രിലിംസിന് വരുന്ന കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങൾ, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. നിങ്ങൾ പിന്നെ ഇച്ചിരൂടെ കട്ടിയുള്ള ചോദ്യങ്ങൾ കാണുക. ഇത് നമ്മൾ ക്ലാസ്സിലൊക്കെ സോൾവ് ചെയ്യുന്ന, ക്ലാസ്സിൽ ആദ്യം ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയൊക്കെ എടുക്കുന്ന സൈസ് ചെറിയ ലെവൽ ഓഫ് ചോദ്യങ്ങളാണ്. നിങ്ങൾ ഇച്ചിരൂടെ നല്ല ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. അരുൺ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഏർലി ഇൻ ദ മോർണിംഗ്.
ഇൻ ദ ഡയറക്ഷൻ ടുവേർഡ്സ് ദ സൺ. ഇത് പറയുന്നത് അരുൺ എന്ന് പറയുന്ന ഒരു വ്യക്തി രാവിലെ എഴുന്നേറ്റ് സൂര്യനെ നോക്കി നടന്നു. ഓക്കെ, ഇതേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തറിയണം? നമുക്ക് ആ ഷാഡോസിന്റെ കാര്യം പറയണം. ഷാഡോസിന്റെ അകത്ത് സൂര്യൻ എവിടാണെന്ന് അറിയണം. സൂര്യൻ എവിടാണ്? ഏത് സമയത്താണ്? രാവിലെ സൂര്യൻ എങ്ങോട്ടാണ്? ഈസ്റ്റിലാണ്. അപ്പോൾ അരുൺ എങ്ങോട്ട് നോക്കിയാണ് നടന്നത്? ഈസ്റ്റിലേക്ക് നടന്നു. ഈസ്റ്റിലേക്ക് നോക്കി നടന്നു. അരുൺ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈസ്റ്റിലേക്ക് നോക്കി നടന്നു. അതെന്താ? പിന്നെന്താണ് പറയുന്നത്? ദെൻ ഹി ടേൺസ് ടു ഹിസ് റൈറ്റ്. ഈസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ ഈസ്റ്റിലേക്കല്ലേ പോകുന്നത്? അദ്ദേഹം റൈറ്റിലേക്ക് പോയി. അപ്പൊ എങ്ങോട്ട് വന്നു? സൗത്തിലേക്ക് വന്നു. ഓക്കെ അല്ലേ? സൗത്തിലേക്ക് തിരിഞ്ഞു വരുന്നു. എത്ര മീറ്റർ നടന്നു? 15 മീറ്റർ നടന്നു. ആൻഡ് ദെൻ ഹി ടേൺസ് ടു ഹിസ് റൈറ്റ്. ഈ സൗത്തിലേക്ക് വരുന്ന ആൾ വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു. അപ്പൊ എങ്ങോട്ട് പോകുന്നു? വെസ്റ്റിലേക്ക് പോകുന്നു. വെസ്റ്റിലേക്ക് എത്ര പോയി? 30 മീറ്റേഴ്സ് പോയി എന്ന് പറയുന്നു. എത്ര മീറ്റർ പോയി? 30 മീറ്റേഴ്സ് പോയി എന്ന് പറയുന്നു. 30 മീറ്റേഴ്സ് പോയി. ഓക്കെ, നമ്മൾ ഇത് രണ്ട് സെയിം ആയിട്ട് വരയ്ക്കുന്നില്ല. നമ്മൾ ഇച്ചിരി കയറ്റി കൊണ്ട് വരയ്ക്കുക. കാരണം എന്താ? നമുക്ക് ആദ്യമേ അരുൺ എത്ര കിലോമീറ്റർ ആണ് ഈസ്റ്റിലേക്ക് പോയെന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മളത് കറക്റ്റായിട്ട് വരച്ചില്ല. കറക്റ്റായിട്ട് എന്തെങ്കിലും രീതി വരച്ചാൽ നമുക്ക് ചിലപ്പോൾ ഉത്തരം തെറ്റാൻ ചാൻസ് ഉണ്ട്. ഈ ചോദ്യത്തിന് തെറ്റില്ല. കാരണം എന്താ? ഡിസ്റ്റൻസ് വെച്ചുള്ളൊരു ചോദ്യമല്ല വന്നേക്കുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഡിസ്റ്റൻസ് മേടിച്ച് തന്നിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പറയാം. ഇത്രയും പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? ഒരു 30 മീറ്റർ പോയിട്ട് ഒരു ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ഈ വെസ്റ്റിലേക്ക് പോകുന്ന ഒരാൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് എങ്ങോട്ട് വരും? സൗത്തിലേക്ക് പോകും. ഇനി എന്താണ്? നൗ വിച്ച് ഡയറക്ഷൻ ഈസ് ഹി മൂവിങ്? ഇദ്ദേഹം ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് നീങ്ങുന്നത് എന്നാണ് ചോദ്യം. ഏത് ഡയറക്ഷൻ ആണ്? സൗത്ത് ആണ്. ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാകട്ടെ? ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് കമ്പൈൻ ആയിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ്? മൂവിങ് വന്നു, അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് കാര്യം പറഞ്ഞു, ഡയറക്ഷൻ പറഞ്ഞു, അതോടൊപ്പം ഷാഡോയും സണ്ണും വന്നു. ഷാഡോയുടെ കാര്യം ചോദിച്ചില്ലെങ്കിലും ആ ടോപ്പിക്കും ആ ടൈപ്പും നമുക്ക് വന്നു. ഇങ്ങനെ ഇൻവോൾവ് ചെയ്തിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ അല്ലേ? കാര്യം മനസ്സിലായല്ലോ? അടുത്തൊരു ചോദ്യം നോക്കാം. ഇനിയും പറയുന്ന അടുത്തൊരാൾ, ആഫ്റ്റർ വാക്കിംഗ് 50 മീറ്റർ ജെ ടേൺ റൈറ്റ് ആൻഡ് കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 70 മീറ്റർ. ഇപ്പൊ ജെ എന്ന് പറയുന്ന ഒരാൾ എങ്ങോട്ടോ നടക്കുന്നു. എങ്ങോട്ടാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ എളുപ്പത്തിൽ എന്ത് ചെയ്തു? നോർത്തിലേക്ക് പോകുന്നു. ഓക്കെ അല്ലേ? എൻ്റെ എളുപ്പത്തിൽ ഞാൻ നോർത്തിലേക്ക് പോയി. എത്ര മീറ്റർ പോയി? 50 മീറ്റേഴ്സ് പോയി. അദ്ദേഹം അവിടുന്ന് ജെ ടേൺ റൈറ്റ് ആൻഡ് കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 70 മീറ്റർ എന്ന് പറയുന്നു. ഇദ്ദേഹം ഇവിടുന്ന് എന്ത് ചെയ്തു? റൈറ്റിലേക്ക് തിരിഞ്ഞ് എത്ര മീറ്റർ കവർ ചെയ്തു? 70 മീറ്റർ. ദെൻ ഹി ടേൺ ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് വാക്ക്ഡ് 60 മീറ്റർ. ഇദ്ദേഹം ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നോർത്തിലേക്ക് പോയി. എത്ര മീറ്റർ? 60 മീറ്റർ പോയി. ഫൈനലി ഫേസസ് വെസ്റ്റ് ഡയറക്ഷൻ. ഇത്ര കഥയെ പറഞ്ഞുള്ളൂ. എന്നിട്ട് അദ്ദേഹം എന്ത് പറഞ്ഞു? ഇദ്ദേഹം ഇപ്പൊ ഫൈനലി വെസ്റ്റ് ഡയറക്ഷൻ ആണ്. ഞാൻ ഇപ്പൊ നോർത്ത് വെച്ച് വരച്ചു, അതുകൊണ്ട് ഇപ്പൊ ഒരിടത്തേക്ക് എത്തി. വെസ്റ്റ് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഫ്രം വിച്ച് ഡയറക്ഷൻ ജെ സ്റ്റാർട്ട്സ് ജേണി? ജെ ഏത് ഡയറക്ഷനിൽ നിന്ന് ജേണി തുടങ്ങി എന്നുള്ളതാണ് ചോദ്യം. ജെ ഏത് ഡയറക്ഷനിൽ നിന്നാണ് ജേണി തുടങ്ങിയത്? ഇപ്പോൾ അദ്ദേഹം ഏത് ഡയറക്ഷനിലൂടെ ജേണി തുടങ്ങി? നോർത്തിലേക്ക് തുടങ്ങി. ഇപ്പൊ അദ്ദേഹം നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നു. ഈ നോർത്തിനെ ഇവർ വിളിച്ച പേരെന്താണ്? ഇങ്ങനെ എടുക്കാൻ വേണമെങ്കിൽ നോർത്തിനെ ഇവർ വിളിച്ച പേരെന്താണ്? വെസ്റ്റ് എന്ന് വിളിച്ചു. അപ്പൊ അദ്ദേഹം തുടങ്ങിയ ഡയറക്ഷൻ ഏതാണ്? വെസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? നമ്മളിപ്പം നോർത്തിലേക്ക് ഫേസ് ആണ് നിൽക്കുന്നത്. ആ നോർത്തിനെ അവരെന്ത് പേരിട്ട് വിളിച്ചു? വെസ്റ്റ് എന്നുള്ള പേരിട്ട് വിളിച്ചു. നമ്മളോട് ചോദിച്ചു ശരിക്കും ആയിരുന്നെങ്കിൽ ഏത് ഡയറക്ഷനിലേക്ക് പോകുമായിരുന്നു എന്ന് ചോദിച്ചു. വെസ്റ്റ് ഡയറക്ഷൻ. കാരണം നമ്മൾ നോർത്തിലേക്ക് തുടങ്ങി, ഇപ്പോൾ ഫേസ് ചെയ്യുന്നത് നോർത്തിലേക്ക്. വെസ്റ്റിലേക്ക് തുടങ്ങി വെസ്റ്റിലേക്ക് എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഇനി അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കണം. വേണം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ വെസ്റ്റിലേക്കെന്ന് പറഞ്ഞു തുടങ്ങി. ഇവിടെ നല്ല തുടങ്ങുന്നത്. ഇദ്ദേഹം എങ്ങോട്ടാണ് പൊക്കോണ്ടിരുന്നത്? വെസ്റ്റ് ഡയറക്ഷനിലേക്ക് പൊക്കോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ടേൺ റൈറ്റ്. ഒരു റൈറ്റ് എടുത്തു എന്ന് പറഞ്ഞു. വെസ്റ്റിലേക്ക് പോകുന്ന റൈറ്റ് എടുക്കുന്ന ഒരാൾ എങ്ങോട്ട് പോകും? നോർത്തിലേക്ക് പോകും. നോർത്തിലേക്ക് പോയിട്ട് എത്ര മീറ്റർ പോയി? ഇവിടെ ഒരു 50 മീറ്റർ പോയി. നോർത്തിലേക്ക് ഒരു 70 മീറ്റേഴ്സ് പോയി. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു ലെഫ്റ്റ് എടുത്തു. ലെഫ്റ്റിലെടുത്തിട്ട് 70 മീറ്റേഴ്സ്. അദ്ദേഹം എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു? വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്നു. കറക്റ്റ് അല്ലേ? വെസ്റ്റിലേക്കല്ലേ ഫേസ് ചെയ്യുന്നത്? അദ്ദേഹം എങ്ങോട്ട് പോയാൽ തുടങ്ങി? വെസ്റ്റിലേക്ക് പോയാണ് തുടങ്ങിയത്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അത് നിങ്ങൾ 2 വട്ടം ഫിഗർ വരയ്ക്കരുത്. ഇത് നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്താണ്. ഇതിന് നമുക്ക് എക്സാമിന് സമയമില്ല. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. മനസ്സിലായോ? ക്രോസ് ചെക്ക് ചെയ്യാൻ നമുക്ക് എക്സാമിന് സമയമില്ല. നമുക്ക് 20 മിനിറ്റ് 35 ചോദ്യം ചെയ്യണം. ചെയ്തു ഉത്തരം ഉറപ്പാണ്. ചെയ്യുന്ന സ്റ്റെപ്പ് ശ്രദ്ധിച്ചാൽ ചെയ്തു ഉത്തരം ഉറപ്പായിരിക്കും. ക്രോസ് ചെക്ക് ചെയ്യാൻ നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ മനസ്സിലായ കാര്യം? നോർത്തിലേക്ക് തുടങ്ങി നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നു. അവരതിനെ വെസ്റ്റ് എന്ന് പേരിട്ട് വിളിച്ചു. അതുകൊണ്ടാണ് നമ്മൾ എങ്ങോട്ട് തുടങ്ങിയെന്ന് പറയും? വെസ്റ്റിലേക്ക് തുടങ്ങിയെന്ന് പറയും. ഓക്കെ അല്ലേ? നമുക്ക് ഒരു ചോദ്യം കൂടെ നോക്കാം.
അഖിൽ സ്റ്റാർട്ട്സ് വാക്കിംഗ് ഫ്രം എ പോയിന്റ് എഫ് ടുവാർഡ്സ് വെസ്റ്റ് ഫോർ 8 മീറ്റർ. അഖിൽ എന്ന് പറയുന്ന ഒരാള് ഒരു പോയിന്റിൽ നിന്ന് വെസ്റ്റിലേക്ക് നടന്നു. എത്ര? 8 മീറ്റർ നടന്നു. ഓക്കെ, ഫ്രം പോയിന്റ് എഫ് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് 8 മീറ്റർ അങ്ങോട്ട് നടന്നു, വെസ്റ്റിലേക്ക് നടന്നു. ടു റീച്ച് എ പോയിന്റ് ആർ. ആർ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ റീച്ച് ചെയ്തു. ദെൻ ടേൺസ് ടു ഹിസ് റൈറ്റ് ആൻഡ് വാക്സ് ഫോർ 10 മീറ്റർ ടു റീച്ച് ടി. ഓക്കെ, അദ്ദേഹം ഇങ്ങോട്ട് പോയി റൈറ്റിലേക്ക് തിരിഞ്ഞു, നോർത്തിലേക്ക് പോയി. എത്ര മീറ്റർ പോയി? 10 മീറ്റർ നടന്നു. എന്നിട്ട് ഒരു പോയിന്റിലെത്തി. ആ പോയിന്റിന്റെ പേരാണ് ടി. അവിടെ നിന്ന് ദെൻ ഹി ടേക്സ് എ ലെഫ്റ്റ് ആൻഡ് വാക്സ് 6 മീറ്റർ ടു റീച്ചസ്. ഓക്കെ, നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് നീക്കി ഫിഗർ വരയ്ക്കാം. എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇവിടെ നിന്ന് തുടങ്ങി, എഫിൽ നിന്ന് തുടങ്ങി നേരെ പോയി 8 മീറ്റർ നടന്നു. 6 എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തി. 6-ൽ നിന്ന് എന്ത് കാണിച്ചു? റൈറ്റിലേക്ക് തിരിഞ്ഞ് മേളിലേക്ക് പോയി. എത്ര മീറ്റർ നടന്നു? 10 മീറ്റർ നടന്നു. ടി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തി. ടിയിൽ നിന്ന് എന്ത് എടുത്തു? ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു. ആൻഡ് വാക്സ് ഫോർ 6 മീറ്റർ ടു റീച്ച് എസ് എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തി. ദെൻ ഹി ടേൺസ് റൈറ്റ് ആൻഡ് വാക്സ് 9 മീറ്റർ. അദ്ദേഹം ഇവിടുന്ന് എന്ത് ചെയ്തു? ഒരു റൈറ്റ് എടുത്തു. എന്നിട്ട് 9 മീറ്റർ വാക്ക് ചെയ്തു. ഇത് എസ് എന്ന് പറയുന്ന പോയിന്റ് ആണ്. 9 മീറ്റർ വാക്ക് ചെയ്തു ടു റീച്ച് പോയിന്റ് എൻ. ഈ പോയിന്റിന്റെ പേരിനാണ് എൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇട്ടു. 9 മീറ്റേഴ്സ് ആണ്. എൻ എന്ന് പറയുന്ന ഒരു പോയിന്റ് എത്തി. ദെൻ ഹി മേക്സ് 2 കോൺസിക്യൂട്ടീവ് ലെഫ്റ്റ് ടേൺ. 2 ലെഫ്റ്റ് ടേൺ എടുത്തു. ഇവിടുന്ന് ലെഫ്റ്റ് ടേൺ എടുത്താൽ ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, അവിടുന്ന് വീണ്ടും ഒരു ലെഫ്റ്റ് ടേൺ എടുത്തു, താഴോട്ട് വരുന്നു. എത്ര മീറ്റർ ആണ്? 5 മീറ്റർ ആൻഡ് 6 മീറ്റർ. ഇത് എത്ര ആയിരുന്നു? 9 മീറ്റർ അല്ലായിരുന്നു. അപ്പൊ 6 മീറ്റർ. ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ടു റീച്ച് പോയിന്റ് എ ആൻഡ് ബി. എ ബി എന്ന് പറയുന്ന 2 പോയിന്റിൽ എത്താൻ. ഇത്രയും വരച്ചു. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ടി? എയും ടിയും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര എന്നാണ് ചോദ്യം. എയും ടിയും തമ്മിലുള്ള എന്താണ് പ്രത്യേകത? എന്താണ് ചോദ്യത്തിന്റെ? ടോട്ടൽ ഡിസ്റ്റൻസ്. ഇവിടെ നോക്ക്, ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള വഴിയാണോ? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണോ ചോദിച്ചേക്കുന്നത്? അല്ല, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് എയും ടിയും. അപ്പൊ എന്താണ്? ഈ വന്ന പാത്ത് തന്നെ പോകണം, അല്ലാതെ റൈറ്റ് ട്രയാങ്കിൾ വരച്ച് പോകരുത്. ഷോർട്ടസ്റ്റ് ചോദിച്ചാൽ മാത്രമേ അവിടെ പോവുള്ളൂ. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ടോട്ടൽ ആണ്. അപ്പൊ എങ്ങനെ പോകണം? എന്ന് ടിയിലേക്ക് പോകണം. എന്ന് ടിയിലേക്ക് പോകണമെങ്കിൽ ആദ്യമേ ഒരു 5 കിലോമീറ്റർ, പിന്നെ അങ്ങോട്ട് പോകണം, പിന്നെ ഇവിടുന്ന് താഴേക്ക് പോകണം. എത്ര പോകണം? 9. പിന്നെ അവിടുന്ന് എത്ര പോകണം? ഇവിടം വരെ വരണം. എത്ര പോകണം? 6. അപ്പൊ എത്രയാണ്? 9, 6, 15, 5, 20 മീറ്റർ. 20 മീറ്റേഴ്സ്. ഓക്കെ അല്ലേ? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി 20 മീറ്റേഴ്സ് ആണ് ഉത്തരം. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി 20 മീറ്റേഴ്സ് ആണ് ഉത്തരം. ഇനി അടുത്താണ്, ഇൻ വിച്ച് ഡയറക്ഷൻ എസ് ഈസ് പ്ലേസ്ഡ് വിത്ത് റെസ്പെക്ട് ടു എഫ്? എഫിനെ അപേക്ഷിച്ച് എസ് എ ഡയറക്ഷനിൽ ഇരിക്കുന്നു. എഫിനെ അപേക്ഷിച്ച് ഇപ്പൊ റെഫറൽ പോയിന്റ് ചോദ്യം വന്നു. എഫിനെ അപേക്ഷിച്ച് എസ് എ ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. എഫ് ഇവിടെ അല്ലേ ഇരിക്കുന്നത്? അതിനെ അപേക്ഷിച്ച് എസ് എവിടെയാണ് ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നു. സോ എ ഡയറക്ഷൻ ആണ് നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഓപ്ഷൻ ഡി നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ അല്ലേ? നോക്കിക്കേ, എഫിനെ അപേക്ഷിച്ച് എങ്ങോട്ട് പോകും? എസിന്റെ അടുത്തേക്ക് വരെ എങ്ങോട്ട് പോകും? അപ്പം നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഓക്കെ അല്ലേ? ഇപ്പൊ ഏകദേശം നമ്മൾ കോമ്പിനേഷൻസ് എങ്ങനെ വരുന്നു, ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, എങ്ങനെ കോമ്പിനേഷൻ വരുന്നു എന്ന് മനസ്സിലായല്ലോ. ഇങ്ങനെയൊക്കെയാണ് ഏകദേശം ചോദ്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ? സോ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇച്ചിരി കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വീട്ടിൽ പോയി തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വീട്ടിൽ പോയി തന്നെ ചെയ്ത് നോക്കുക. ഇതും വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇതിന്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ വരുന്നത്. അത് നമ്മളിവിടെ ക്ലാസ്സിൽ ആപ്പിൽ കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ തന്നേക്കുന്ന ആ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നോക്കുക. റെഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും എൻക്വയറി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ട്, എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഡൗട്ട്സ് ക്വയറി ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ ബൈ, താങ്ക് യു.